ഗുഡ് മോർണിംഗ്. എന്നത്തെ പോലെയല്ല, എനിക്ക് ഇന്ന് നല്ല ക്ഷീണുണ്ടായിരുന്നു. അപ്പൊ കുറച്ചു നേരം അവിടെ കിടന്നു. സമയം ഇപ്പൊ 9 മണിയായി. എണീറ്റുടനെ ആദ്യം ഒന്ന് മുടിയൊക്കെ ഒന്ന് വാർന്ന് നല്ല വൃത്തിയിൽ വെക്കും. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ 30 ഡേയ്സ് ഓഫ് പ്രഗ്നൻസി. അപ്പൊ ഇന്ന് ഡേ 1 ആണ് കേട്ടോ. ഇനി പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി നമുക്കൊരു സ്ഥലം വരെ പോകാം. പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ എന്നും പാല് വരും. അങ്ങനെ അതെടുക്കാനാണ് ഞാൻ പോണത്. രാവിലെ തന്നെ ഒരു നടത്തവും ആവും. കറക്റ്റ് 8 മണിയാവുമ്പോഴേക്കും പാൽക്കാരൻ പാല് വെച്ച് പോകുന്നതുകൊണ്ട് നമ്മളെ സൗകര്യം പോലെ എടുത്താൽ മതിയല്ലോ. അങ്ങനെ പാലൊക്കെ എടുത്ത് വീട്ടിലേക്ക് ചെന്നപ്പോണ്ട് ഗ്യാസ് തീർന്നു എന്ന് പറയുന്നു. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോണ്ട് അമ്മായി അടുപ്പത്ത് നിന്ന് ചപ്പാത്തി ചുടുന്നു. എനിക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ നേരെ റൂമിൽ പോയിട്ട് ബദാം വെള്ളത്തിലിട്ടു. എന്നും രാവിലെ എണീറ്റാൽ ഞാനാണ് കൂട്ടുന്ന പുറത്താക്കല്. പക്ഷെ ഇപ്പൊ പ്രഗ്നന്റ് ആയതുകൊണ്ട് അത് നടക്കൂലല്ലോ. കൂട്ടുന്ന ഇങ്ങനെ വാലാട്ടും ഒരു പാവം തോന്നലാണ്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ചായക്കടി വൈകി. അതുകൊണ്ട് ബദാം വെള്ളത്തിലിട്ടതും അണ്ടിപ്പരിപ്പും പിസ്തയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല കിടില മഴയും. ഇന്ന് എനിക്ക് വീട്ടിൽ നിന്നാണ് ഫുഡ്. ഈ വീടിന്റെ തൊട്ടപ്പുറത്താട്ടോ എന്റെ വീട്. ആ വരുന്നതാണ് എന്റെ അമ്മ. ഇപ്പൊ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്നും രാവിലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിങ്ങനെ വരും. തുറന്നു നോക്കിയപ്പോ നല്ല കിടിലം കോഴിമുട്ടക്കറിയും പത്തിരിയും. ഇന്നലെ മഴ ആയതുകൊണ്ട് മടിച്ചിട്ട് ഞാൻ മേല് കഴുകിയിട്ടേ ഉള്ളൂ. ഇന്ന് നല്ല വൃത്തിയായിട്ട് കുളിക്കാന്ന് വിചാരിച്ചു. തലയൊക്കെ അങ്ങോട്ട് മസാജ് ചെയ്തു. കൈയൊക്കെ അങ്ങോട്ട് തൂങ്ങി തടിച്ചിട്ട് അങ്ങനെ കുളിച്ചു വന്ന് ഞാനും ഏട്ടനും കൂടെ ചോറ് കഴിച്ചു. നല്ല സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ കൂടെ ഒരു ഗ്ലാസ് പായസവും. അത് കഴിഞ്ഞ് എന്റെ ലിയക്കുട്ടിക്ക് ഞാൻ ചോറ് കൊടുത്തു. ഇന്ന് വാഴയിലായിക്കോട്ടെ ചോറ്. ഏട്ടന് നല്ല ജലദോഷമാണ്. അതുകൊണ്ട് ഏട്ടൻ നല്ല മൂഡ് ഓഫ് ആണ്. ഒന്നും മിണ്ടുന്നില്ല. തീരെ വയ്യാത്തോണ്ടാ, അല്ലാണ്ട് ആളിങ്ങനെയൊന്നും അല്ല. മൂക്കിലിട്ട് ഇങ്ങനെ വലിക്കുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്താലോ എന്ന്. അങ്ങനെ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് നല്ലോണം കഴുകി എല്ലാം കൂടെ ഇട്ട് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ചു. ഒരു മധുരത്തിന് വേണമെങ്കിൽ ഇത്തിരി ശർക്കരയും കൂടെ ഇടാം. അങ്ങനെ എന്റെ ചുക്ക് കാപ്പി റെഡിയായി. ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് പാർന്നു. ചൂടോടൊക്കെ അങ്ങോട്ട് കൊണ്ടു കൊടുത്തു. അത് കിട്ടിയപ്പോ ഏട്ടനും സമാധാനായി, എനിക്കും സന്തോഷമായി. ഏട്ടൻ ഹാപ്പി ആവല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.